ഇന്നലെ പോലീസ് അമ്മമാർ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവന്മാർ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഗൈസ് ആ ഒരു ശരിക്കുള്ള ഒരു മൂന്നാറിൻ്റെ ഒരു ഫീൽ വരുന്നത്. നോക്കിക്കേ, ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ടു തുടങ്ങിയപ്പോൾ ചാർജിനിട്ട ക്യാമറ ഞാനെടുത്ത് ഹെൽമെറ്റിലങ്ങ് വെച്ചു. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നെല്ലാം ഇറങ്ങി ഞാനിപ്പം മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അടിമാലി എത്തിയിട്ടില്ല കേട്ടോ, ഒരു 2-3 കിലോമീറ്റർ പിറകിലാണ്. വാവ്, ഇവിടെ എല്ലാം റോഡ് പണി അതിവിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ വേറൊരു സീൻ ഉണ്ടായിട്ടോ, ഞാനതാണ് ആ ഒരു മുമ്പത്തെ വീഡിയോയിൽ എന്താ പറയുക ടോപ്പിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോയില്ലേ, അതിനുള്ള റീസൺ അതാണ്. ഞാൻ മോളിൽ നിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റാ 360യുടെ വിഷ്വൽ എടുക്കാമെന്ന് വിചാരിച്ച് 360 എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പം ക്യാമറ കാണാനില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സംഭവം ഓടി. അതിന് മുമ്പ് ഞാൻ അവിടെ ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ നിർത്തിയില്ലേ, ആ ഒരു സ്പോട്ടിൽ നിന്ന് സാധനം ഞാൻ എടുത്തിട്ടില്ല, ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഭാഗ്യത്തിന് ഞാൻ തിരിച്ചൊരേ എടുത്തായിരുന്നു. ഭാഗ്യത്തിന് സാധനം കിട്ടി, അവിടുത്തെ ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഷോപ്പിൽ കയറി ഏതായാലും നന്നായി, നമ്മളെ വണ്ടിക്ക് പൊല്യൂഷൻ തീർന്നെടുക്കുമായിരുന്നു. ഇന്നലെ പോലീസ് അമ്മമാർ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവന്മാർ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അതേ നമ്മുടെ വണ്ടിയുടെ സംഭവമാണ്. 17 ജൂലൈയിൽ തീർന്നു കിടപ്പുണ്ട്. കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നപ്പോഴേ റോഡിൽ ഭയങ്കര രീതിക്കുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു കുന്നിൻ്റെ വ്യൂ എല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ബൈക്കിൽ. ലാൻഡ് സ്ലൈഡിനൊക്കെ സാധ്യതയുള്ളൊരു സ്പോട്ടാണ്. ബോർഡ് ഞാൻ മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡിൻ്റെ. തണുപ്പ് ഇങ്ങനെ കൂടി വരും കേട്ടോ മുകളിലോട്ട് പോകും തോറും. കാണുമ്പോഴും ഒരു സ്പോട്ടിൽ നിൽക്കുകയാണെങ്കിലൊന്നും വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഇതുപോലെ ഓപ്പണായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു തണുപ്പ് ഒന്നും കൂടി കൂടുതലായിട്ട് നമുക്ക് ഫീലാവും. ഇടയ്ക്കെല്ലാം ഇതുപോലെ ആനവണ്ടികളും ചീറിപ്പായുന്നുണ്ട് കേട്ടോ. ആനവണ്ടി ഒരു വേറെ രസമാണ് അല്ലേ. ഗൈസ്, ഇതാണ് നമ്മുടെ കരടിപ്പാറ വ്യൂ പോയിന്റ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്പോട്ട് മരങ്ങളുടെ എല്ലാം മണ്ടയാണ് കാണുന്നത്. അവിടെ എല്ലാം ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നിൽക്കാമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ലക്ഷ്മി എസ്റ്റേറ്റ് ആട്ടോ. ഇപ്പോഴാണ് ഗൈസ് ആ ഒരു ശരിക്കുള്ള ഒരു മൂന്നാറിൻ്റെ ഒരു ഫീൽ വരുന്നത്. നോക്കിക്കേ, ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ടു തുടങ്ങിയപ്പോൾ ചാർജിനിട്ട ക്യാമറ ഞാനെടുത്ത് ഹെൽമെറ്റിലങ്ങ് വെച്ചു. ആനവണ്ടി വരും മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. എങ്ങനെയുണ്ട് ഗൈസ്? ആ ഒരു വ്യൂ തുടങ്ങുന്നേ ഉള്ളൂ, അത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം. ഇനി അങ്ങനെയുള്ള വ്യൂ ആണ് അധികം ഉണ്ടാവുക റോഡിൽ. നമ്മളിതേ മൂന്നാറിലെത്തിയിട്ടോ, ഏകദേശം മൂന്നാറെത്തി. അപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിലോട്ടാണ് പോവേണ്ടത്. ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ എങ്ങാണ്ട് ആ ഒരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്, റൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ. ആ ഒരു എവിടെയെങ്കിലും വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പൊന്നും ഫീൽ ആവുന്നില്ല. വണ്ടിയിൽ പോകുമ്പം അത്യാവശ്യം തണുപ്പുള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്ത കാരണം, അതായത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രീതിക്കാണ് ഞാൻ സേഫ്റ്റി എന്ന് പറയുന്നത്. ഡേഞ്ചറാണ് ഗൈസ് ഇപ്പോൾ എടുത്തത്, അങ്ങനെ എടുക്കാൻ പാടില്ല ശരിക്കും. ഞാൻ പിന്നെ ഫ്രണ്ടിലോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ നിന്ന് വണ്ടിയൊന്നും വരാത്ത, ആ ഒരു ധൈര്യത്തിൽ അങ്ങ് എടുത്തതാണ്.
വാവ്. അങ്ങനെ നമ്മളിതേ മൂന്നാർ ടൗൺ എത്തിയിട്ടുണ്ട്. ചേച്ചി ഈ ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. മൂന്നാർ ടൗണിൽ തന്നെ ആട്ടോ ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. ടൗണിൽ നിന്ന് ഇത് ഈ ഒരു റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മതി. ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുമ്പം അവിടുത്തെ ഒരു ബ്യൂട്ടി ഉണ്ടോ, ആ ഒരു റോഡും അതുപോലെ ഈ ഒരു തേയില വിഷ്വലൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ബ്യൂട്ടി, എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ഒരു മിനി ട്രാക്ടർ പോലുള്ള സംഭവം ഇവിടെ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ട്രാക്ടർ എടുത്തിട്ട് അവന്മാർ അതിന് പുറകിൽ കൊട്ടൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ ലോഡ് കൊണ്ടുപോകും. അതുപോലെ ബൈക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെല്ലാം. ഇതുപോലെ ഒരു ബൈക്ക് എടുത്തിട്ട് അതൊരു ബൈക്കെല്ലാം ലോറി ആക്കുന്ന കണ്ടിട്ടുണ്ട്. ചെറിയ ചേസിലെല്ലാം ചെറിയ സംഭവമെല്ലാം വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഓരോ സെറ്റപ്പ്. ഓരോ നാട്ടിൽ ഓരോ ടൈപ്പ് വണ്ടികൾ. മൂന്നാറിൻ്റെ ബ്യൂട്ടി അല്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? തണുക്കുന്നു ഗൈസ്, തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്ന് രാത്രി മൂന്നാറിൽ കഴിച്ചു കൂട്ടണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കുളിര് കയറുന്നത്. ഡേ ടൈം തന്നെ ഉണ്ട് ഈ ഒരു തണുപ്പ്. ചേച്ചി ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 5 കിലോമീറ്റർ. ചില വളവുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു വ്യൂ കിടിലായിരിക്കും കേട്ടോ. അതെല്ലാ വളവുകൾക്കും ആ ഒരു വ്യൂ ഒന്നും കിട്ടില്ല, എല്ലാ പോർഷൻസിനും ആ ഒരു കിട്ടില്ല. ചില പോർഷൻസ് കാണുമ്പോൾ ഇങ്ങനെ അത് എന്താ പറയുക, നമ്മളെ ഹെയറെല്ലാം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി വെച്ച പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഷേപ്പാക്കി വെക്കുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ചേച്ചിയോട് വായു ചോദിച്ചില്ലേ, അവരെ പോലുള്ള പണിക്കാർ ഡെയിലി ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയ്ക്ക് വൃത്തിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതെല്ലാം ഇതിനെ പിന്നിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനെല്ലാം ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് ഇതുപോലെ തന്നെ ആണെന്നാണ്. അവിടെ നമ്മളെ നാട്ടിൽ തെങ്ങ് കാടൊക്കെ ഉണ്ടാവുന്ന പോലെ ഇവിടെ ഇതുപോലെയാണ് ഉണ്ടാവാറെന്നൊക്കെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ. അങ്ങനെ ആയിരുന്നു. പിന്നെ എല്ലാം മനസ്സിലായേ ഇതിൻ്റെ പുറകിലെല്ലാം ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യം. ഈ ഒരു വേ കിട്ടില്ല കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു തേയില തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ റൂട്ട്. ഗൈസ്, ഞാൻ ഈ ഒരു വീടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയാട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ്. പക്ഷെ താഴെ ഇറങ്ങിയപ്പോൾ ആരും വ്യൂ പോയിട്ടോ. അത് കാണാൻ മുകളിൽ തന്നെ ആയിരുന്നു അടിപൊളി. പക്ഷെ എനിക്ക് ഈ ഗ്രാമം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു സ്പോട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ആ ആ ആ ആ മനസ്സിലായി. നാടെവിടെ? തിരുനെൽവേലി, തമിഴ്നാട്. നിങ്ങ നാട്ടില് ഇങ്ങനത്തെ ക്ലൈമറ്റ് അല്ല? ഇങ്ങളെ നാട്ടിലോ? ഇല്ല, ആൽക്കഹോളിക് വെതർ. എന്നായിക്കോട്ടെ. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു വ്യൂ പോയിന്റിലിരുന്ന് ഫോട്ടോ എടുക്കുകയും അതിനുശേഷം അവരോട് പോയി പറഞ്ഞ് ഞാൻ നേരെ മൂന്നാറിലോട്ട് വിട്ടു. മൂന്നാർ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് പോകേണ്ട റൂട്ട് തന്നെയാണ്. ആ ഒരു ലക്ഷ്മി എസ്റ്റേറ്റിലെ ആ ഒരു തേയിലയോട് അടുത്ത ഇടപഴകി ആസ്വദിക്കാനുള്ള ആ ഒരു അവസരവും പോലെ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കിടിലൻ റൂട്ടും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഞാൻ ഗോപ്രോയിൽ ചാർജ് തീർന്ന കാരണമാണ് ഇതുപോലെ ഇൻസ്റ്റയിൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.